എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞുടുപ്പ് തന്നെയാണ് ഇത്. ഈ വീഡിയോ കുറച്ച് മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു. എഡിറ്റ് ചെയ്ത് വരാൻ നിന്നപ്പോൾ ലേറ്റായി. അപ്പോൾ എല്ലാവരും ഇതുപോലൊരു കുഞ്ഞുടുപ്പ് ഉണ്ടാക്കി നോക്കുക. ഞാനിവിടെ യൂസ് ചെയ്ത ഒരു റെഡ് യാണും 3.5 mm ക്രോഷ്യ ഹുക്കും കേട്ടോ. ആക്രിലിക് യാണ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്ഥിരം ചെയ്യണ പോലെ തന്നെ എപ്പോഴും ചെയിൻസ് വെച്ചിട്ടാണ് നമ്മൾ ഉടുപ്പുകളൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു 88 ചെയിൻസ് ചെയ്തെടുക്കാം. സ്ലിപ്പ് നോട്ട് ഇട്ടു ഒരു 88 ചെയിൻസ് ചെയ്യാം. എന്നിട്ട് ഒരു 3 ചെയിനും കൂടെ കൂടുതൽ ചെയ്തിട്ട് 4ാമത്തെ ചെയിനിൽ ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 88 ചെയിൻസ് ചെയ്തെടുക്കാം. ഓരോ ചെയിൻസ് നല്ല ടൈറ്റാക്കി നമുക്ക് ചെയ്തെടുക്കാം. കാരണം നമ്മൾ എത്ര കണ്ട് ടൈറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ആ ചെയിൻസിന് ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. നമ്മളിതവിടെ 88 ചെയിൻസ് അവിടെ ചെയ്തെടുത്തു. ഇനി നമ്മളതെന്ത് ചെയ്യുക, ഒരു +3 ചെയിൻസ് നമ്മൾ എക്സ്ട്രാ ഇട്ടല്ലോ, അപ്പോൾ 4th ചെയിനിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാം. 4th ചെയിനിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4. എന്നിട്ട് നമ്മൾ 2 ചെയിൻസ് ഇട്ടു. സെയിം സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യോട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് 4 സ്റ്റിച്ച് ചെയ്യും. ഇനി നെക്സ്റ്റ് 18 ചെയിൻസിൽ ഓരോ ഡബിൾ ക്രോഷ്യേസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് 18 ചെയിൻസിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഓക്കെ, നമുക്ക് 18 ചെയിൻസിലും ഡബിൾ ക്രോഷ്യേസ് ചെയ്യാം. ഡബിൾ ക്രോഷ്യ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ആണിൻ്റെ മുകളിലൊന്ന് റൊട്ടേറ്റ് ചെയ്തു, ആ ചെയിനിൽ കൂടെ എടുക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. ആദ്യത്തെ 2 എണ്ണത്തിൽ കൂടി എടുക്കുക, പിന്നത്തെ 2 എണ്ണത്തിൽ കൂടി എടുക്കുക. അങ്ങനെ നമുക്ക് ആ 18 ചെയിൻസും ചെയ്തിട്ട് വരാം. ഞാനിതവിടെ ആ 18 ചെയിൻസ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ആ നെക്സ്റ്റ് ചെയിനിൽ ഇതേപോലെ തന്നെ ആ കോർണർ പാർട്ടാണ്, അവിടെ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. നമുക്ക് 18 നമ്പേഴ്സ് റെഡി അല്ലേ നോക്കാം. ആ ഫസ്റ്റത്തെ 2 എണ്ണം കൂട്ടാതെയായിട്ടാണ് നമ്മൾ 18 ചെയിൻസ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ കൂട്ടി എണ്ണിപ്പോരുത്. അടുത്ത സ്പേസിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. സെയിം ചെയിൻ സ്പേസിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. വീണ്ടും 2 ഡബിൾ ക്രോഷ്യ അവിടെ തന്നെ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് 24 സ്പേസിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതമാണ് ഇനി ചെയ്യേണ്ടത്. അപ്പം നമുക്കിനി ആ 24 സ്പേസിൽ ചെയിൻസിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം 88 ചെയിൻസ് ചെയ്തു +4. എന്നിട്ട് 4th ചെയിനിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ദെൻ ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തു. 2 ചെയിൻസ്, 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ ചെയ്തു ഫസ്റ്റ്. ദെൻ ഒരു 18 ഡബിൾ ക്രോഷ്യേസ് ചെയ്തു. വീണ്ടും 19th ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി വീണ്ടും 24 ഡബിൾ ക്രോഷ്യേസ്, സിംഗിൾ ഡബിൾ ക്രോഷ്യേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ 24 ഡബിൾ ക്രോഷ്യേസ് ചെയ്യാം. ആ 24 ഡബിൾ ക്രോഷ്യേസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി വീണ്ടും നേരത്തെ പോലെ കോർണർ പാർട്ടെത്തി 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് ചെയിനിൽ നമ്മൾ സെയിം കോർണറിലൊക്കെ ഒരേപോലെ ആയിരിക്കും. നമ്മളെല്ലാ ഡ്രസ്സും നമുക്കറിയാമല്ലോ സ്ക്വയർ ആയതുകൊണ്ട് കോർണർ പാർട്ടിൽ എണ്ണം നോക്കിയിട്ട് ചെയ്യാം.
2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ. ദെൻ വീണ്ടും റിപ്പീറ്റ് 18 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക, സിംഗിൾ ഡബിൾ ക്രോഷ്യ. ദെൻ 2 DC, 2 ചെയിൻ, 2 DC. നെക്സ്റ്റ് ചെയിനിൽ 24 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക, എന്നിട്ട് അതിനെ ജോയിൻ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു റൗണ്ട് നമുക്ക് ആദ്യം 24 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക, പിന്നുള്ള 18 ഡബിൾ ക്രോഷ്യേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വീണ്ടും 18, 24, 18, 24. ഓക്കെ, നമുക്ക് ചെയ്തിട്ട് വരാം. നമ്മൾ നെക്ക് ഇതവിടെ ഫസ്റ്റ് റൗണ്ട് റെഡിയായി. റെഡി ആക്കിയ ഇനിയാണ് നമ്മൾ ലാസ്റ്റ് 24 ഡബിൾ ക്രോഷ്യേസ് കൂടെ ചെയ്തെടുത്താൽ ഓക്കെ. അതും കൂടി ചെയ്തിട്ട് നമുക്ക് ബാക്കി നോക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇതാ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ആ 3 ചെയിൻസ് ഇട്ടതിലേക്ക് തേർഡ് ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് ജോയിൻ ചെയ്യാൻ പോവാണ്. അങ്ങനെ ആ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി. നമ്മളത് ജോയിൻ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് റൗണ്ടിൽ ആ ഡബിൾ ക്രോഷ്യ വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഡബിൾ ക്രോഷ്യ, ആ 2 DC, 2 ചെയിൻ, 2 DC എന്ന് വരുന്ന സ്പേസിൽ സെയിം കോർണറൊക്കെ ഒരേപോലെ 2 DC, 2 ചെയിൻ, 2 DC ചെയ്യുക. ലെഫ്റ്റ് DCകളിലൊക്കെ DC മാത്രം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോർണറാണ്. അവിടെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു, 2 ചെയിൻ ഇട്ടു, 2 ഡബിൾ ക്രോഷ്യ. പിന്നെ ഓരോ സിംഗിൾ ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക. ഓരോ ഡബിൾ ക്രോഷ്യയിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ അടുത്ത റൗണ്ടും ഇതേപോലെ തന്നെയാണ്. ഡബിൾ ക്രോഷ്യേൻ്റെ സ്ഥലത്തൊക്കെ ഡബിൾ ക്രോഷ്യേസ് തന്നെ ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ ചെയ്തില്ലേ, അതിൻ്റെ ആ 2 മുകളിൽ ഓരോ ഡബിൾ ക്രോഷ്യ വരും. സെൻറ്ററിൽ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ. നമ്മൾ ഡബിൾ ക്രോഷ്യേൻ്റെ എണ്ണം 18 വീണ്ടും കൂടും. 18 വന്ന സ്ഥലത്ത് 18, 19, 20, 21, 22 ആവും. 24ൻ്റെ സ്പേസിൽ 28 ആവും. അങ്ങനെ ഓരോ റൗണ്ട്സ് കഴിയുമ്പോഴും കൂടി വരും. നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ സെക്കൻഡ് റൗണ്ടും ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി ആ തേർഡ് ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ട് നമ്മൾ ആ റൗണ്ട് ക്ലോസ് ചെയ്യാം. ഓരോ റൗണ്ടും നമ്മൾ ലാസ്റ്റ് സ്ലിപ്പ് ഇട്ടിട്ട് ക്ലോസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ ആ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക. ആ ചെയിൻ സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ദെൻ ഓരോ ഡബിൾ ക്രോഷ്യേസ് സെൻറ്ററിലെ ഡബിൾ ക്രോഷ്യേസിലൊക്കെ ഓരോ ഡബിൾ ക്രോഷ്യേസ് വീതം ചെയ്യുക. വീണ്ടും ആ എൻഡിലെ ഡബിൾ ക്രോഷ്യ ചെയിൻ സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് ഫുൾ ചെയ്യാം.
അങ്ങനെ നമ്മൾ ഈ ഇത് ഇവിടുന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുക, 2 പാർട്ടായിട്ടാണ് ഇനി അങ്ങോട്ട് ചെയ്യുന്നത്. സ്ലീവും നമുക്ക് മാർക്ക് ചെയ്യേണ്ടതുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ കോർണറിൽ വെച്ചിട്ട് ഇത് നിർത്തി ഒരു ചെയിൻ ഇട്ടു, അതിനെ റൊട്ടേറ്റ് ചെയ്തു. വീണ്ടും ആ ഒരു സൈഡ് മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ. എന്നിട്ട് 2-3 റൗണ്ട്സ് ഇതുപോലെ ചെയ്തതിന് ശേഷമാണ് നമ്മളത് ജോയിൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം ഫ്രണ്ട്സ് ഭാഗം മാത്രം ചെയ്യുക, ദെൻ ബാക്ക് ചെയ്യുക, ദെൻ രണ്ടും കൂടെ സ്ലീവിൽ ജോയിൻ ചെയ്യുക. ഓക്കെ. 2 ഡബിൾ ക്രോഷ്യേസ് ചെയ്തു, ഒരു ചെയിൻ ഇട്ടിട്ട് നമ്മളത് റൊട്ടേറ്റ് ചെയ്യുക, ടേൺ ചെയ്തിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. നമുക്ക് ആ ലാസ്റ്റ് വരുന്ന ഡബിൾ ക്രോഷ്യേൻ്റെ മേലെ നമുക്ക് 2 ഡബിൾ ക്രോഷ്യേസ് വരും ഓരോ റൗണ്ട്സിലും. ആ ഫസ്റ്റ് തീം ലാസ്റ്റ് തീം ഡബിൾ ക്രോഷ്യേയിൽ 2 ഡബിൾ ക്രോഷ്യ വീതം നമ്മൾ ചെയ്യുക. ദെൻ സെൻറ്ററിൽ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വരുന്ന സ്ഥലത്ത് ഒരെണ്ണം മാത്രം ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ 1-2 റൗണ്ട്സ് ഇനി ചെയ്യുന്നത്. നമ്മൾ യോക്ക് പാർട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഒരു ചെയിൻ ഇട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതിന് പകരം 3 ചെയിൻസ് ഇട്ടിട്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ഒരു 3 റൗണ്ട്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ 4 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ 2 സൈഡും കണ്ടോ, ഒരു സൈഡിൽ എപ്പോഴും ആ 2 സൈഡിലെയും 2 എൻഡ്സിലും 2 ഡബിൾ ക്രോഷ്യേസ് ഉണ്ടാവും, സെൻറ്ററിൽ ഒരു ഡബിൾ ക്രോഷ്യ വീതം. നമ്മളൊരു 4 റൗണ്ട്സ് എക്സ്ട്രാ ചെയ്തെടുത്തു. എന്നിട്ടാണ് ഇനി നമ്മൾ 2 സൈഡും ജോയിൻ ചെയ്യാൻ പോകണം. അത് നമ്മളൊരു ചെയിൻ ഇടുക. എന്നിട്ട് അടുത്ത സ്പേസിലേക്ക് ഡബിൾ ക്രോഷ്യേൻ്റെ അവിടേക്ക് നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇനി ലെഫ്റ്റ് വരുന്ന എല്ലാ ഡബിൾ ക്രോഷ്യയിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. നമുക്ക് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് വരുന്ന DC-യിലും നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അത് നമ്മൾ 2 സൈഡിൽ ഇതേപോലെ തന്നെ ചെയ്തിട്ട് ഒരു ചെയിൻ സ്ലിപ്പ് ഇട്ടിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്തിട്ട് വരാം. ഇവിടുന്ന് അവിടെ വരെ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുള്ളൂ. ഇനി ആ എൻഡിലുള്ളൊരു ഡബിൾ ക്രോഷ്യ ഉണ്ടാവില്ലേ, അതിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത് കാണിച്ചു തരാം കേട്ടോ. ഒരു ചെയിൻ ഇട്ടു, 2 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഒരു ചെയിൻ ഇട്ടു, 2 ഡബിൾ ക്രോഷ്യ ഫസ്റ്റത്തെയും ലാസ്റ്റത്തേലും 2 ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്യുന്നത്. നമ്മളൊരു ചെയിൻ ഇട്ടിട്ട് അല്ലേ സ്റ്റാർട്ട് ചെയ്തത്, അപ്പോൾ ആ ചെയിനിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് സ്ലിപ്പിട്ട് ജോയിൻ ചെയ്യുക. നമ്മൾ ആ ബാക്കി വരുന്ന സ്പേസിലൊക്കെ ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മളൊരു ചെയിൻ ഇട്ടു, ആ സ്ലിപ്പിലേക്ക് ജോയിൻ ചെയ്യുക. വീണ്ടും നമ്മൾ ആ ഫസ്റ്റ് സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ലെഫ്റ്റ് വരുന്ന സ്പേസിലൊക്കെ ഓരോ ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക. നമ്മൾ ആ ചെയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന സ്പേസിൽ എന്ത് ചെയ്യുക, 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, നമ്മൾ ചെയ്തെടുക്കാം. നമ്മളിതാ ആ ചെയിൻ സ്പേസിലെത്തി. ഇനി നമ്മൾ ആ ഒരു ചെയിൻ ഇട്ട സ്ഥലമില്ലേ, അവിടെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ലാസ്റ്റ് സ്പേസിൽ 2 എണ്ണം ചെയ്തു. ഇനി ആ ചെയിൻ ഇട്ട സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും 2 ഡബിൾ ക്രോഷ്യ, സിംഗിൾ ഡബിൾ ക്രോഷ്യ, ദെൻ ലാസ്റ്റ് ഒരു 2 ഡബിൾ ക്രോഷ്യ, 3 DC, 2 DC. അങ്ങനെ നമ്മൾ കണ്ടിന്യൂ
നമ്മൾ ആ രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ ചെയ്തിട്ട് നമ്മൾ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. കണ്ടോ? ആ സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ, ഒരു 3, പിന്നെ 2. ഇനി നമ്മൾ അടുത്ത റൗണ്ടിൽ നമ്മൾ ഫുള്ള് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. 2 റൗണ്ട്സ് നമ്മൾ സിംഗിൾ ഡബിൾ ക്രോഷ്യേസ് മാത്രമാണ് ചെയ്യുന്നത്. നമുക്ക് ആ റൗണ്ട് സ്ലിപ്പ് ഇട്ടിട്ട് ജോയിൻ ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അടുത്ത റൗണ്ടിൽ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുന്ന ഡി സിൻ്റെ മുകളിലേക്ക് ഓരോ ഡി സി മാത്രം. അങ്ങനത്തെ 2 റൗണ്ട്സും കൂടെ നമ്മൾ ചെയ്തെടുക്കാം. നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മളത് 2 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റത്തെ 2 സ്പേസ് സ്കിപ്പ് ചെയ്തു. 3-ാമത്തെ സ്പേസിൽ നമ്മളൊരു 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 2 ചെയിൻ ഇടുക. സെയിം സ്പേസിൽ തന്നെ നമ്മളൊരു 3 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യുക. ആദ്യം നമ്മൾ 2 സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് 3-ാമത്തെ സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും 2 സ്പേസ് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 2 സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് 3-ാമത്തെ സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും 2 സ്പേസ് സ്കിപ്പ് ചെയ്യാം. 3-ാമത്തെ സ്പേസിൽ ഇതേപോലെ 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 3DC, 2 ചെയിൻ, 3DC സെയിം ചെയിനിൽ തന്നെ ചെയ്യുക. വീണ്ടും 2 സ്പേസ് സ്കിപ്പ് ചെയ്യുക. 2 സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് 3-ാമത്തെ സ്പേസിൽ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് റിപ്പീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. നമുക്കത് ചെയ്തിട്ട് വരാം. നമ്മളിത് ആ റൗണ്ട് ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോണത് ആ 3 ചെയിൻസ് ഇടുക. എന്നിട്ട് ആ ഡബിൾ ക്രോഷ്യൻ്റെ മേലെ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ആ ചെയിൻ സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും ആ 3 ഡബിൾ ക്രോഷ്യ ഉണ്ടാവില്ലേ, അതിൻ്റെ മുകളിൽ 3 ഡബിൾ ക്രോഷ്യയിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. ഇനി അടുത്ത ഡബിൾ ക്രോഷ്യേൻ്റെ സെറ്റിലും ആ ഡബിൾ ക്രോഷ്യേൻ്റെ ആ നമ്മൾ ചെയിൻ സ്പേസ് ചെയ്ത സ്ഥലത്തൊന്നും ചെയ്യണ്ട. അടുത്ത ഡബിൾ ക്രോഷ്യേൻ്റെ മേലെയും ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക. ആ ചെയിൻ സ്പേസ് എത്തുമ്പോൾ അവിടെ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ. ഇത് റിപ്പീറ്റ് ചെയ്ത് റൗണ്ട് ഫുള്ള് ചെയ്തെടുക്കുക. നമുക്ക് ചെയ്തിട്ട് വന്നാലോ? അങ്ങനെ നമ്മളെ റൗണ്ട് ഇവിടെ കംപ്ലീറ്റായി. ഇനി നമ്മൾ അടുത്ത റൗണ്ടിൽ ആ ഡബിൾ ക്രോഷ്യേൻ്റെ ഒക്കെ മേലെ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയിൻ സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ അത്
റിപ്പീറ്റ് ചെയ്ത് നമ്മൾ താഴെ വരെ ചെയ്തെടുക്കുക. ഓക്കെ. നമ്മൾ ഓരോ റൗണ്ട്സ് കൂടുമ്പോഴും നമ്മളെ ഡബിൾ ക്രോഷ്യേഴ്സിൻ്റെ എണ്ണം കൂടും. പക്ഷേ നമ്മൾ ആ സെൻറ്ററിലെ ചെയിൻ സ്പേസിൽ ആദ്യം 3 ചെയ്തു, പിന്നെ 2, ഇനി 1 മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ. ഇത് ഇനിയുള്ള എല്ലാ റൗണ്ട്സിലും ഇതേപോലെ തന്നെ ഡബിൾ ക്രോഷ്യേൻ്റെ മേലെ ഡബിൾ ക്രോഷ്യ ചെയ്യുക. എത്ര ലെങ്ത്ത് വേണോ നിങ്ങൾക്ക് അത്രയും ലെങ്ത്തിൽ ചെയ്തെടുക്കാം. സെൻറ്ററിൽ ആ ചെയിൻ സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ ഫുള്ള് ചെയ്തെടുക്കുക. നമുക്ക് കുറച്ച് റൗണ്ട്സ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നോക്കാം. എല്ലാവരും ഇതുപോലെ ഒരു ഉടുപ്പ് ചെയ്ത് നോക്കുക. നല്ല ഭംഗിയുണ്ട്. കുഞ്ഞു മക്കൾ ഉടുത്ത് കാണാൻ നല്ല ഭംഗിയുള്ള, ഇട്ടിട്ട് കാണാൻ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ഉടുപ്പാണ്. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് കാണണ്ടേ? നമുക്ക് നോക്കാം. അപ്പം നമ്മളെ ഫൈനൽ ലുക്ക് ഇതാ. ഈ ഉടുപ്പ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.